ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കങ്കുവ ടീം ഓടി നടന്ന് പ്രമോഷൻ ചെയ്ത് റിലീസിന് മുമ്പേ ഒരുപാട് തള്ളുകൾ തള്ളിയിരുന്നു. ആ തള്ളുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും എൻജോയ് ചെയ്തു കാണുക. സോ വീഡിയോയിലേക്ക് പോവാം. ഗംഗുവ. ഇന്നലെ ഗംഗുവ എന്ന പടം റിലീസായി. ഞാൻ ഒരു ചെറിയ റിവ്യൂ ഇട്ടിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പടം കണ്ട എല്ലാവരും ചോദിക്കുന്നത് കങ്കുവ തനിക്ക് എന്തുവാ എന്നാണ്. ആ ലെവല് ഡിസാസ്റ്റർ റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണെങ്കിൽ പോട്ടെ, ഇത് പാൻ വേൾഡ് ഊക്കാണ് കങ്കുവയ്ക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, സംഭവം സ്വാഭാവികം മാത്രം. പാൻ വേൾഡ് പടമല്ലേ, അപ്പോൾ പിന്നെ പാൻ വേൾഡ് ഊക്ക് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ പടത്തിലെ ഒരു കാര്യം പോലും മര്യാദയ്ക്ക് നല്ലതാണെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പടത്തിൽ അഭിനയിച്ചവർക്കും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എന്തിന് പടത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പാൻ വേൾഡ് ഊക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടത്തിന് കൊടുത്ത പ്രമോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിച്ചു വെക്കാൻ പോലും പറ്റൂല. 20 ദിവസമായിട്ട് സൂര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഓടി നടന്ന് പ്രമോഷൻ ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഉറക്കം കളഞ്ഞതിനും ഓടി നടന്ന് പ്രമോഷൻ ചെയ്തതിനും പുള്ളിയുടെ 2.5 വർഷത്തെ കഷ്ടപ്പാടിനും ശിവ അറിഞ്ഞു തന്നെ പണിയിട്ടുണ്ട്. ഈയൊരു കൂറ പടത്തിനായിരുന്നു ഓടി നടന്ന് പ്രമോഷൻ ചെയ്തത്. വല്ല കാര്യമുണ്ടോ? നോർമലാക്കിയെങ്കിൽ ഇറക്കി വിട്ടാൽ പോരെ. എന്നാൽ ഈ കിട്ടുന്ന ഊക്കിൽ കുറച്ചേലും കുറയുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവിക്കുക. അപ്പോൾ ഗംഗുവയുടെ റിലീസിന് മുമ്പ് പ്രൊഡ്യൂസറും സൂര്യണ്ണനും ഡയറക്ടറായിട്ടുള്ള ശിവയും പറഞ്ഞ കുറച്ച് തള്ളുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1 by 1 ആയിട്ട് അങ്ങ് തുടങ്ങാം. ആദ്യം പ്രൊഡ്യൂസറിൽ നിന്ന് തന്നെ ആവട്ടെ. പ്രൊഡ്യൂസർ ജ്ഞാനവേൽ രാജ, അതായത് സ്റ്റുഡിയോ ഗ്രീൻ. പുള്ളീനോട് കങ്കുവയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഇൻ്റർവ്യൂവിൽ വെച്ച് ആങ്കർ ചോദിച്ചു, കങ്കുവ എന്ന സിനിമ 1000 കോടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ എന്ന്. അതിന് മറുപടിയായിട്ട് നമ്മുടെ ഗ്രീൻ സ്റ്റുഡിയോ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് 1000 കോടിയോ, ഞാനിവിടെ 2000 കോടിയാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്, നിങ്ങൾ ചുമ്മാ 1000 കോടി എന്ന് പറഞ്ഞ് കളിയാക്കല്ലേ എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെയൊക്കെ കോൺഫിഡൻസ് കണ്ടപ്പോഴേ വിചാരിച്ചതാ സംഭവം മോഞ്ചെന്ന്. ഇതിപ്പോൾ 1000 കോടി പോയിട്ട് 500 പോയിട്ട് 200 കിട്ടുമെന്ന് പോലും ഡൗട്ടാണ്. എന്തായാലും പച്ച സ്റ്റുഡിയോ പിച്ചെടുക്കേണ്ട അവസ്ഥയായി. 350-400 കോടിയാണ് ബഡ്ജറ്റ്. ഇതിലിപ്പോൾ 200 കോടി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നഷ്ടം തന്നെയല്ലേ, അനുഭവിക്കട്ടെ. അതുപോലെ നമ്മുടെ പച്ച സ്റ്റുഡിയോ പ്രൊഡ്യൂസർ ഓഡിയോ ലോഞ്ചിൽ വെച്ചിട്ടും ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഓഡിയോ ലോഞ്ചിൻ്റെ പാസ് ആരും കളയണ്ട, നെക്സ്റ്റ് മന്ത് ഡിസംബറിൽ ഞങ്ങളൊരു ഡേറ്റ് അനൗൺസ് ചെയ്യും. പാൻ ഇന്ത്യ ഹിറ്റ് അടിച്ചിട്ടുള്ള സക്സസ് മീറ്റ് ആയിരിക്കും അത്. ആ സക്സസ് മീറ്റും ഇതേ പാസ് വെച്ചിട്ട് തന്നെ നിങ്ങളെല്ലാവരും കാണാൻ വരണം, ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്യും എന്നാണ് പച്ച സ്റ്റുഡിയോ പ്രൊഡ്യൂസർ പറഞ്ഞത്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പടം എന്തായാലും അട്ടർ ഫ്ലോപ്പ്, ഡിസാസ്റ്റർ റിവ്യൂസ്, അതും പാൻ വേൾഡ് ഊക്കും. ഇനിയിപ്പോൾ സക്സസ് മീറ്റ് അല്ല, ഡിസാസ്റ്റർ സെലിബ്രേഷൻ വെച്ചാൽ പോലും ഒറ്റ ഒരുത്തനെയും ആ വഴിക്ക് കാണില്ല, ഉറപ്പാണ്. സൂര്യയും പ്രൊഡ്യൂസറും ഡയറക്ടറും മാത്രം ഇരുന്നിട്ട് സക്സസ് മീറ്റ് ചെയ്യേണ്ടി വരും, അല്ലാണ്ട് വേറൊരു മനുഷ്യനും ആ ഭാഗത്ത് ഉണ്ടാവില്ല. അതുപോലെ നമ്മളെ ഗ്രീൻ സ്റ്റുഡിയോ പ്രൊഡ്യൂസർ പറഞ്ഞതാണ്, കന്നഡയിൽ ഒരു KGF വന്നു, തെലുങ്കിൽ ബാഹുബലി വന്നു, ഇനി നമ്മുടെ തമിഴിൽ വരാൻ പോകുന്നതാണ് കങ്കുവ. അതായത് ബാഹുബലി KGF ഒക്കെ പോലെ നമ്മുടെ തമിഴ് സിനിമയ്ക്ക് ഇനി പറയാൻ പോകുന്നത് കങ്കുവയാണെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. തമിഴ് സിനിമയുടെ ബാഹുബലിയും KGF ഒന്നും ആയിട്ടല്ല കങ്കുവ വന്നിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും, പച്ചത്തെറിയാണ് വായിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുക. ഇവന്മാരുടെയൊക്കെ ഈ തള്ളും കൊണ്ട് ഏറി പോയിരിക്കുന്നത് സൂര്യണ്ണനാണ്, പാവം മനുഷ്യൻ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ പച്ച സ്റ്റുഡിയോ പ്രൊഡ്യൂസറിൻ്റെ തള്ളുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് തള്ളു വരുന്നത് നമ്മുടെ ഡയറക്ടർ ശിവയാണ്, സിറുത്തൈ ശിവ. അണ്ണൻ്റെ തള്ളുകൾ പലവിധം. അണ്ണൻ പിന്നെ പ്രൊഡ്യൂസറൊന്നും തള്ളി മറിക്കുന്ന പോലെ ആ ലെവലിൽ തള്ളൊന്നുമില്ല. അണ്ണൻ ഭയങ്കര കൂളായിട്ട് കാമായിട്ട് ഇരുന്നിട്ടാണ് തള്ളുക, അതും ഭയങ്കര സൈലൻ്റായിട്ട്. അണ്ണൻ്റെ തള്ളുകൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ തള്ള്, പടത്തിൽ ഒരു ക്രൊക്കഡൈലുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്, അതായത് മുതല അതുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒരു മികപ്പെരിയ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കുമെന്നാണ് ശിവണ്ണൻ പറഞ്ഞിരുന്നത്. എൻ്റെ പൊന്നോ, ആ ഫൈറ്റ് കണ്ടവർക്ക് മനസ്സിലാവും. ഒരു പീരിയോഡിക് സിനിമയിലും ഇത്രയും വലിയൊരു മൂഞ്ചിയ ഫൈറ്റ് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതിലാണെങ്കിൽ ഒരു അഴുക്ക ചെറുക്കനുണ്ട്. ആ കൊച്ചുവാണം ഒറ്റൊരുത്തനാണ് കങ്കുവയ്ക്ക് ഈ ലെവല് ഊക്ക് കിട്ടാൻ മെയിൻ കാരണം എന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന് അലറുക. അതിൻ്റെ ഇടയ്ക്ക് ക്രൊക്കഡൈൽ ചെക്കനെ പിടിക്കാൻ പോകുന്നു, ചെക്കൻ ഇരുന്ന് അലറുന്ന്,
ക്രൊക്കഡൈലാണെങ്കിലോ പുലിയുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പിടിക്കാൻ പോകുന്നത്. അതിൻ്റെ പുറകെ കങ്കുവയായിട്ടുള്ള സൂര്യണ്ണൻ അലറലോടലറൽ. കങ്കുവ, ചെക്കൻ പ്ലസ് മുതല മൂന്നെണ്ണത്തിൻ്റെ അലറൽ കാരണം ചെവി തന്നെ പോയി എന്ന് പറയാം. രണ്ടാമത്തെ തള്ളി. കങ്കുവ സിനിമ ഓഡിയൻസ് എല്ലാം കാണുമ്പോൾ നമ്മളെല്ലാവരും വേറൊരു ലോകത്തിലേക്കായിരിക്കും പോവുകയെന്നും ഫുൾ ഗൂസ് ബംസ് ആയിരിക്കുമെന്നുമാണ് ശിവണ്ണ പറഞ്ഞിരുന്നത്. ശരിയാണ്, വല്ലാത്തൊരു ഗൂസ് ബംസ് ആയിരുന്നു. ബട്ട് അത് രോമം വരെ എണീച്ച് നിന്ന് തെറി വിളിക്കുന്ന തരത്തിലുള്ള ഗൂസ് ബംസ് ആയിരിക്കുമെന്ന് നമ്മൾ ഓഡിയൻസ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിയല്ലേ? എന്നാൽ എൻ്റെ പൊന്നണ്ണ. മൂന്നാമത്തെ തള്ളി. കങ്കുവയുടെ ക്ലൈമാക്സിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അത് ഓഡിയൻസിനെ എല്ലാം അത്രയധികം റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് ആണെന്ന് നമ്മൾ ഓഡിയൻസ് കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ആകുമെന്നാണ് ശിവണ്ണൻ പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ ഫീലായി. ഇത്രയും വലിയൊരു തൊട്ടി ഗ്രാഫിക്സും 10 പൈസയ്ക്ക് വിവരം വിദ്യാഭ്യാസവും ഇല്ലാത്ത ലോജിക്കുമായിരുന്നു ആ ക്ലൈമാക്സിന്. ബാക്ക് ഡോർ അടയ്ക്കാത്തൊരു പ്ലെയിനും അതിലേക്ക് പറന്ന് പറന്ന് കയറുന്ന സൂര്യണ്ണനും. ഇതൊക്കെയാണ് നമ്മളെ ഓഡിയൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് അവന്മാർ പണി വെച്ചത്. സമ്മതിക്കണം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഒരു 2 വെടിയുണ്ട സൂര്യണ്ണൻ്റെ വയറിനിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് സൂര്യണ്ണൻ എത്ര കിലോമീറ്റർ ഓടി വരികയാണ്. ഒരു സീനും ഇല്ലാണ്ട് പുട്ടുപോലെ ഓടി വന്ന് ബൈക്കും കൊണ്ട് പറപ്പിച്ച് പ്ലെയിനിൽ കയറും. ഇതൊക്കെയാണ് ശിവണ്ണൻ പറഞ്ഞ ഓഡിയൻസിനെ റെസ്പെക്റ്റ് ചെയ്ത സാധനങ്ങൾ. നാലാമത്തെ തള്ളി. ഇതൊരു തള്ളല്ല. കങ്കുവ പോലെ ഒരു 5-6 തള്ളുകൂടി ശിവണ്ണയുടെ കയ്യിലുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത്, കങ്കുവ പോലെ ഒരു 5-6 സ്ക്രിപ്റ്റുകളും കൂടി എൻ്റെ കയ്യിലുണ്ട്. അടുത്തടുത്തായിട്ട് അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നെ ശിവണ്ണ, കാല് പിടിക്കുക, നിങ്ങളിനി ഇതുപോലെ വരല്ലേ. പിന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാസം വിട്ടിട്ടുള്ള ഒരു പടം പുള്ളി ചെയ്യില്ല എന്ന്. അതാണ് പ്രശ്നം. പാസം എന്നാൽ പാസത്തിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? അതുമില്ല. വർക്കാവണ്ടേ? അതുമില്ല. ഇതെല്ലാം പൊക്കിപ്പിടിച്ച് പീരിയോഡിക് എന്ന രീതിയിൽ മലങ്കൾട്ടൊരു സാധനം ഇറക്കി വിട്ട്. ദയവ് ചെയ്ത് നിങ്ങളിനി പടം ചെയ്യരുത്. ആ അജിത്തിനെയോ നിങ്ങൾ ഫീൽഡ് ഔട്ടാക്കി. മര്യാദയ്ക്ക് സൂര്യയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ വീണ്ടും പുള്ളീനെ ആ പഴയ രീതിയിലേക്ക് തന്നെ അങ്ങ് തള്ളിവിട്ടു. ഹിറ്റില്ലാണ്ട് ആ പാവം മനുഷ്യൻ ഇപ്പോൾ 13 വർഷം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഈ കൊണച്ച കങ്കുവ കാരണം അനൗൺസ് ചെയ്ത 2 പടങ്ങളാണ് സൂര്യണ്ണൻ വേണ്ടാന്ന് വെച്ചത്. അതും നിങ്ങളോടുള്ള ആ ട്രസ്റ്റ് കാരണം. എന്നിട്ട് സൂര്യണ്ണനെ നിങ്ങൾ മൂഞ്ചിച്ചല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് ശിവണ്ണൻ്റെ തള്ളുകളും ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് തള്ള് നമ്മുടെ സൂര്യണ്ണൻ്റെ തള്ള്. എന്നാലും സൂര്യണ്ണൻ ഇത് എന്ത് കണ്ടിട്ടാ തള്ളിയെന്ന് ഒരു പിടുത്തമല്ല. നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനുള്ള ആളാ. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. അപ്പോൾ സൂര്യണ്ണൻ്റെ തള്ള്. സൂര്യണ്ണൻ പറഞ്ഞിരുന്നത്, എനി ക്രിയേറ്റർ എനി ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വാ പൊളന്ത് പാക്കപ്പോറീങ്കെ. പൊളന്തണ്ണ, നല്ല പോലെ പൊളന്ത്. ഡയറക്ടേഴ്സും ക്രിയേറ്റേഴ്സും മാത്രമല്ല, ഓഡിയൻസും വാ പൊളന്ത്. എന്നാൽ വാ പൊളന്തത് കോട്ടുവായി ഇടാനും തെറി വിളിക്കാനുമാണെന്ന് മാത്രം. നിങ്ങളുടെ തമിഴ്നാട്ടിലടക്കം പച്ചത്തെറിയാണ്. കേരളത്തിൽ പോട്ടെ, തമിഴ്നാട്ടിൽ ഇമാതിരി തെറി പറയണമെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് ഏത് ലെവലിലായിരിക്കും വാ പൊളന്തത്. എൻ്റെ അമ്മോ. നെക്സ്റ്റ് തള്ളേ. കങ്കുവ കാണുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക എന്നും സൂര്യണ്ണൻ പറഞ്ഞു. ശരിയാണണ്ണ. ഇതുപോലെയൊരു കാട്ടവരാത തിയേറ്റർ എക്സ്പീരിയൻസ് ഇന്നേ വരെ ആർക്കും കിട്ടിയിട്ടില്ല. അപരാധം എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ കാട്ടിൽ വെച്ചിട്ടുള്ള കങ്കുവയുടെ കാട്ടവരാധം ഇപ്പോഴാണ് ഞങ്ങൾ കേട്ടതും കണ്ടതും. എല്ലാവരും പറയുന്നത് അപരാധമല്ല, കാട്ടിൽ വെച്ച് ശിവ പണ്യ കാട്ടവരാധം എന്നാണ്. നോർത്തിലടക്കം എല്ലാവരും ചോദിക്കുന്നത് ഏ ക്യാ കാട്ടവരാധ ഹേ എന്നാണ്. എന്തുവാ സൂര്യണ്ണ, തള്ളിനൊക്കെ ഒരു മയം വേണ്ടേ? ഇനി സൂര്യണ്ണൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്കുള്ള അവസാനത്തെ തള്ളി. നവംബർ 14 കങ്കുവ നെരുപ്പ് മാതിരി ഇറുക്കും എന്നാണ് സൂര്യണ്ണൻ പറഞ്ഞിരുന്നത്. നെരുപ്പായിരുന്നില്ല അണ്ണാ, വേറെ പലതും ആയിരുന്നു. നിങ്ങളെ തമിഴ് ഓഡിയൻസ് പറഞ്ഞത് നെരുപ്പല്ല മയിറാണെന്നാണ്. ബ്രോ, ഫസ്റ്റ് ഹാഫ് ഫുള്ളാ മയിർ, സെക്കൻഡ് ഹാഫ് ഡബിൾ മയിർ. ഇങ്ങനെയാണ് തമിഴ്നാട് ഓഡിയൻസിൻ്റെ റെസ്പോൺസ്. ഇതിൽ നിന്ന് തന്നെ പടത്തിൻ്റെ റേഞ്ച് ഊഹിക്കാലോ. ഓൾ ഏരിയ ഡിസാസ്റ്ററാണ്. മുടക്കിയ പൈസ എന്തായാലും കിട്ടൂല. 200 കോടി കിട്ടുമെന്ന് പോലും ഡൗട്ടാണ്. ഫുള്ളി പലയിടത്തും വാഷ് ഔട്ടായി തുടങ്ങി. എന്നാൽ സൂര്യണ്ണൻ്റെ 2.5 വർഷത്തെ കഷ്ടപ്പാട് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന രീതിയിലായിപ്പോയി. എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത്, ഇവർ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഇജാതി ലെവൽ പ്രമോഷനും ഇജാതി ലെവൽ തള്ളുകളും തള്ളി ഹൈപ്പും കൊടുത്തത്? എല്ലാവരും അതാണ് പറയുന്നത്. എല്ലാവരുടെ വായിലും പച്ചത്തറി പറയാനുള്ള റീസണും അതാണ്. എന്ത് കണ്ടിട്ട്?
കുറേ കാട്ടിൽ ഷൂട്ട് ചെയ്ത്, കുറേ ഗോവയിൽ ഷൂട്ട് ചെയ്ത്. ഫസ്റ്റ് 20 മിനിറ്റ് ഒന്നും സഹിക്കാൻ പറ്റില്ല. ഫ്രാൻസിസ് തേങ്ങ കണ്ണാപ്പി സാധനം. പിന്നെ പടത്തിൽ എടുത്തു പറയാനുള്ള പോസിറ്റീവ് നമ്മുടെ ദിശ പട്ടാണിയാണ്. വേറെ ഒന്നിലും അല്ല കേട്ടോ, അഭിനയമൊക്കെ കൂറെയാണേലും ദിശ ചേച്ചിയുടെ കുറച്ച് ബീച്ച് സീൻസൊക്കെ കൊള്ളായിരുന്നു. ചേച്ചി പൊതുവെ ശരീരമൊക്കെ പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ മിടുക്കിയാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൾസ് അറിഞ്ഞ് ശിവ ആ കാര്യം വെടിപ്പായിട്ട് പണിയിട്ടുണ്ട്. പിന്നെ ചേച്ചി ഫ്രാൻസിസ് കോംബോ ഒക്കെ അപരാധമായിരുന്നു. അത് ഗോവ അപരാധം, കങ്കുവ കാട്ടപരാധം. ഇതാണ് ഈ പടം മൊത്തത്തിൽ. പിന്നെ അഴുക്ക ചെറുക്കനും 24 മണിക്കൂറും കാറിക്കൊണ്ട് നടക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു ലാഗടിച്ച പടം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം സൂര്യയുടെ 2.5 വർഷത്തെ കഷ്ടപ്പാടായിരുന്നു, അതൊക്കെ വെറുതെയായി. സൂര്യണ്ണൻ്റെ ഒരു കംബാക്ക് പേഴ്സണലി നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. എന്നാൽ ഒരു കാര്യം ഉണ്ടായില്ല. ഈ ഊള ഡയറക്ടറിൻ്റെ അടുത്തൊക്കെയല്ലേ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ നടന്മാർക്കും എല്ലാവർക്കും ഒരു പാഠമാണ് ഈ കങ്കുവ എന്ന് പറയുന്ന സിനിമ. പടത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ടുള്ള ഹൈപ്പ് കൊടുക്കാം, അതുപോലെ പലതും തള്ളാം, ഓവറായിട്ടുള്ള പ്രമോഷൻസ് അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ പടത്തിലൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും അതൊന്നും ചെയ്യരുത് എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കങ്കുവ. ഇനി അടുത്ത മലങ്കൾട്ടായിട്ട് പാർട്ട് 2 കൂടി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അണ്ണനും തമ്പി ആയിരിക്കും, എന്താവോ എന്തോ. പാസ്റ്റിലാണെങ്കിലോ കാലകേയൻ്റെ ജാരസന്തതി ആയിട്ടുള്ള ഒരു വില്ലനും, പ്രസൻറ്റിലാണെങ്കിൽ എക്സ്മാനിൽ ഉണ്ടായ ഒരു വില്ലനും. ഇതൊക്കെയാണ് കങ്കുവയുടെ ലോട്ട് ഓഫ് സർപ്രൈസ് ക്യാമിയോസ്. അപ്പോൾ ഞാൻ പോണ് ഗൈസ്, ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. പിന്നെ പഴയ സംഭവം തന്നെ, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കങ്കുവ സിനിമയെ കുറിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം ടാറ്റ ബൈ ബൈ.